ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം, ഇക്ക വന്നിട്ട് 1 മാസമായി. അപ്പോൾ ഇക്ക നാളെ പോവുകയാണ്. അപ്പോൾ തലേ ദിവസം മുതലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ അങ്ങനെ 1 മാസത്തിനൊക്കെ വരുന്ന ആളുകൾക്കറിയാം, നല്ല തിരക്കായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ഒറ്റക്കൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് ഒരുപാട് കൂട്ടുകുടുംബങ്ങളിലൊന്നല്ല കേട്ടോ ഒരുമിച്ച് താമസിക്കുന്നത്. അടുത്തടുത്ത് കുടുംബക്കാർ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഒന്നുകിൽ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ തിരക്കിലൊക്കെ പെട്ടുപോയി. അതാണ് നമ്മൾ വീട്ടിടാനും വൈകിയത്. പിന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇക്കാക്ക് ഞാനും കൂടെ വേണം. അങ്ങനെ ഒരാളാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളതും പുറത്ത് പോക്കൊക്കെ കൂടി ആകുമ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പോയത് വീഡിയോ. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങളിതാ മതിൽ ഒന്ന് പെയിൻ്റ് അടിക്കണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ കവറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മണ്ണ് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മണ്ണൊക്കെ ഇട്ട് തന്നിരുന്നു. അങ്ങനെ കുറേ ഒരു ഹെൽപ്പാണ് ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കാൻ നമുക്ക് മഴ ആയപ്പോൾ പിന്നെ നിർത്തി വെച്ചതുമാണ്. മതിലൊക്കെ ആകെ ഇതായിട്ടുണ്ടായിരുന്നു, നല്ല മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിക്കാനും പറ്റിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാ വെയിലെപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 8-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് നമ്മൾ ആനിവേഴ്സറി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളത്. ഇക്ക എപ്പോഴും ഗൾഫിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആദ്യത്തെ ആനിവേഴ്സറിക്കൊക്കെ പ്രസൻറ്റൊക്കെ കൊടുത്തയക്കലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ കൊടുത്തുവിടൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തയക്കാൻ ചിലപ്പം പറ്റില്ല എന്നൊക്കെ വരും. അങ്ങനെയായിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇക്ക നാട്ടിലുണ്ട്. അപ്പോൾ ഇക്ക എനിക്ക് 2 റിങ് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രസൻ്റായിട്ട്. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഒരു വാച്ചും ചെറിയ രീതിയിൽ നമ്മളുടെ സന്തോഷം നമ്മൾ പരസ്പരം കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് പ്രസൻറ്റ് വാങ്ങിയതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്കാക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. കുട്ടികൾ ആനിവേഴ്സറി എന്ന് പറഞ്ഞപ്പോൾ അവരെ വകമായിട്ട് അവരും പ്രസൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളെ വക ഒരു ഫോട്ടോ ഫ്രെയിമും നമ്മളെ ഫോട്ടോ വെച്ചിട്ട്, പിന്നെ മോനിത് എനിക്കൊരു ബാഗും ഇക്കാക്കൊരു സ്പ്രേ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അവർ വാങ്ങി തന്നെന്നുള്ളതിലല്ല കാര്യം, നമുക്ക് അവർ വാങ്ങിത്തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ. പിന്നെ അതുമല്ല, അവർ നമ്മുടെ ആനിവേഴ്സറി അവരും കൂടി ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ആഘോഷിക്കാനുള്ളൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അവർ പുറത്ത് പോകണം എന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റ് വാങ്ങണ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എൻ്റെ ചെറുതൊക്കെ വാങ്ങി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതിട്ടാ സന്തോഷം. അവൻ എങ്ങനെയാണ് ഇത് വാങ്ങിച്ച്, അവൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ചെറുതല്ല ആൾ. അപ്പോൾ എങ്ങനെയാണ് വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഒരു ഇതായി തോന്നി. പിന്നെ നമ്മൾ രാത്രി അൽഫാം മന്തി ആയിരുന്നു, അത് എൻ്റെ വീട്ടിൽ നിന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ പിറ്റേ ദിവസം എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ 10-ാം തീയതി ഇക്ക പോയി. 8-ാം തീയതി നമ്മളെ ആനിവേഴ്സറിയും 10-ാം തീയതി അതിൻ്റെ ഇടയിലൊരു ദിവസം 2 ദിവസം എനിക്ക് നല്ല വിഷമമുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ സങ്കടങ്ങളും സന്തോഷം കൂടി ഒരുമിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇക്ക പോയി. അപ്പോൾ ഇക്ക പോണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്കത് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ കാണും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സങ്കടത്തിൻ്റെ ഇതൊന്നും ഞാൻ ഷെയർ ആക്കിയിട്ടില്ല, എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇക്ക പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, പിന്നെ ഒന്നും എടുക്കാനൊന്നും തോന്നില്ല കേട്ടോ. കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മളൊരു അഴിഞ്ഞങ്ങാണ്ടുള്ളൊരു പണിയാട്ടോ ചെയ്യുന്നത്. പിന്നെ തുടക്കാനൊന്നും ചെയ്യണില്ല, എന്തെങ്കിലും ചോറും കൂട്ടാനൊക്കെ ചെറുതായിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിടുകയാണ്. അപ്പോൾ ഒന്ന് തുടക്കണില്ല എന്നും കൂടി കരുതിയിട്ടുണ്ട്. എല്ലാ പ്രവാസി ഭാര്യമാരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഉള്ള കാലത്തോളം നമ്മൾ പരസ്പര സ്നേഹത്തോടു കൂടി കഴിയണം കേട്ടോ. നമ്മളെ ഈഗോ ആണ്, നമ്മളല്ലെങ്കിൽ പരസ്പരം ഞാനാണ് എനിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ദാമ്പത്യത്തിൽ നമുക്ക് വിള്ളലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പരസ്പര വെറുപ്പ് വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് കേട്ടോ. വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവത്തിൽ വേണ്ടിയാണ്. രണ്ടും 2 പേഴ്സണാലിറ്റി ആയിരിക്കുമല്ലോ. ഒരാൾ ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്വഭാവമായിരിക്കും, രണ്ടും ഒരു സ്വഭാവമായിരിക്കും.
സമ്മതിക്കില്ല എങ്ങനെ ആയാലും. അപ്പോൾ അവരെ ക്യാരക്ടർ അതാണ്, അല്ലെങ്കിൽ അവരെ ഇഷ്ടങ്ങൾ അതാണെന്ന് കരുതിയിട്ട് നമ്മൾ അതിനോട് ഒത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദാമ്പത്യം എപ്പോഴും നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം. നമ്മളെ ലൈഫിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നമുക്ക് നമുക്ക് ഒരു മിഠായി കൊടുത്തിട്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ നമുക്ക് അത് ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇക്ക പോണ അന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊടുത്ത പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 10-11 വർഷം മുന്നേ ഇക്ക ഗൾഫിൽ നിന്ന് കൊടുക്കുന്നത് ഇക്കാൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങളാണ്. ഇതിങ്ങനെ കഴുകിയിട്ട് തുടച്ചിട്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കലാണ് ആ സമയത്ത് തന്നെ. അപ്പോൾ പോയി കഴിഞ്ഞാലും കുറേ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഡ്രസ്സുകൾ എടുത്ത് വെക്കാനൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനത്തെ പണിക്കൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കറികളൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കറിയും കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഇക്ക പോകുമ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡ് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ലല്ലോ, അതാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇക്കാക്ക് നമ്മളെ നാടൻ സംഭവങ്ങളൊക്കെയാണ് ആവശ്യമുള്ളത്. അവർക്ക് കഴിക്കാനുള്ള കേട്ടോ. അവിടെ അവരെ പോലെയുള്ള പ്രവാസികളുണ്ടാവുമല്ലോ, ഇവർ വരുന്നതും കാത്തിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്ക് നാട്ടിലുള്ള സാധനങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ അതാണ് അത് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കുമ്പോൾ അതൊരു പ്രത്യേക ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ അച്ചാറും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെയൊക്കെ കുറച്ച് ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ ഒക്കെ തന്നെ മൈൻഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എടുക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ തുടച്ചിട്ടുണ്ട്. ഇനി ഫാൻ ഇട്ടിട്ട് ഞാനൊരു 10 മിനിറ്റ് ടേബിൾമേൽ തന്നെ അങ്ങനെ വെക്കൂട്ടോ, എന്നിട്ടാണ് ഇത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് പാത്രങ്ങളാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് 11 വർഷമായി എൻ്റെ ഒരു പാത്രം പൊട്ട് അതല്ലാന്നുണ്ടെങ്കിൽ കളർ വീഴുക അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്ത് വെക്കലിട്ടോ. അപ്പോൾ ഇതൊക്കെ അന്നത്തെ പാത്രങ്ങളാണ്, നമ്മൾ വീടിരിക്കണതിൻ്റെ മുന്നുള്ള പാത്രങ്ങളാണ്. അതിന് ശേഷം ഒരു പാത്രം പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതൊക്കെ കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണക്കത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടായാലും നമ്മൾ എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കത് കുറേ കാലം കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ക്ലീനിങ് ഞാനിപ്പോൾ ഒരു മാസമായിട്ട്, അല്ലെങ്കിൽ ഇക്ക വന്നതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിന് പൊടി തട്ടുക അങ്ങനെ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ തുടച്ച് പോവുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു മാസത്തിൽ നല്ല ഡീപ്പ് ക്ലീനിങ് ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഇതാ വൈകിട്ട് ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. പഴം ഉണ്ടായിരുന്നിട്ട് പഴുത്തത് ചെറുപഴമാണ്. അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പഴം കുട്ടികൾ കഴിക്കില്ല, നേന്ത്രപ്പഴമായാലും ചെറുപഴമായാലും അവർക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു സ്നാക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ പഴം നല്ല പഴുത്ത പഴമാണ്, അത് നന്നായിട്ടുണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എണ്ണ പലഹാരങ്ങളൊന്നും കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഇക്കാക്ക് വലിയ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കുന്നത്. അത് കുട്ടികൾക്കും കൊടുക്കരുത് എന്നാട്ടോ പറയുക. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് ഞാൻ ആദ്യം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഏലക്കാപ്പൊടി ഇടാതെ. ഏലക്കാപ്പൊടി കുട്ടികൾക്ക് ഇഷ്ടമല്ല, എനിക്കച്ചാൽ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഇട്ട് ലാസ്റ്റത്തെ പോർഷൻ ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ട് പൊരിച്ച്, ആദ്യത്തത് ഏലക്കാപ്പൊടി ഇടാതെയും പൊരിച്ചു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ 2-3 ദിവസത്തെ വിശേഷങ്ങളാണ്, 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ചെറിയ ഭാഗങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസ് കൂടി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.